ഔട്ട്ഫിറ്റിന്റെ മുഖത്തൊന്ന് പറയാമോ? സാരിയുടെ ഒരു 10-20,000 വരുമോ സാരി? എന്റെ കുഞ്ഞെ നാണം കെടുത്തല്ലേ. സീരിയലിൽ ഞങ്ങൾക്ക് അങ്ങനെ 20,000 രൂപയ്ക്കൊക്കെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഈ സാരി മേ ബി ഇങ്ങനെ എടുത്ത് നിറയുന്നോണ്ടായിരിക്കും. അതെ, ഈ കളറാണ് ഞങ്ങൾ ബേസിക് നോക്കുക. കളർ അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര പൈസയുള്ള ഡ്രസ്സൊന്നും ഇറച്ചു നിക്കണം. കളർ കോംബോ നോക്കും. അതിങ്ങനെ ഒരു കടയിൽ നിന്നല്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമല്ലോ. എന്നാലും ഈ ഒരു സാരിക്ക് എത്രയായിരിക്കും ഒരു നോർമൽ പ്രൈസ്? ഇതിന് എനിക്ക് തോന്നുന്നു ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 600-500 അത്രയൊക്കെ വരുള്ളൂ. സത്യം ഓർണമെന്റ്സ് അങ്ങനെ ആയിരിക്കാം. അല്ലാതെ എന്റെ സാരിക്കൊന്നും ഭയങ്കര വിലയുള്ള സാരി ഞാൻ വാങ്ങാറില്ല. വളരെ കുറച്ചാണ് വില പിടിപ്പുള്ളൊരു സാരി ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. കൂടുതൽ ഇത്രയും റഫ് ഇങ്ങനത്തെയൊക്കെ യൂസ് ആയതുകൊണ്ട് തന്നെ കുറെ സീരിയലിൽ വേണ്ടേ, ഡ്രസ്സ് വേണ്ടേ, എല്ലാത്തിനും വേണ്ടേ. അപ്പൊ വില നോക്കിയിട്ടൊക്കെ അങ്ങനെയുള്ള കുറച്ച് കടകളുണ്ട്. പുറത്തു പോകുമ്പോ ചോദിക്കും ഈ സാരി എവിടെ നിന്നാണ്, ആ സാരി അടിപൊളിയായിരുന്നു ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. സാരി നന്നായിരുന്നു, എവിടാണ് എടുത്തത്, അതൊക്കെ ചോദിക്കാറുണ്ട്. ഈ കോസ്റ്റ്യൂം ഒരു സീരിയലിൽ മെയിൻ ആണോ? ഭയങ്കര മെയിൻ ആണ്. ഒരു കഥാപാത്രത്തിന് ഈ ഒരു കോസ്റ്റ്യൂം തന്നെ, പ്രത്യേകിച്ച് വില്ലത്തേക്ക് ആകുമ്പോഴത്തേക്കും എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇത്. പുറത്ത് പോകുമ്പോ അപ്പൊ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. കോസ്റ്റ്യൂം പ്രധാന ഘടകമാണ്. ഇപ്പൊ ചേച്ചി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സീരിയലിലൊക്കെ, പണ്ട് തൊട്ടേ അഭിനയിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഇനി പുതുമുഖങ്ങൾ സീരിയലിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് പുതിയ കുട്ടികളോട് എന്താ ഉപദേശം കൊടുക്കാൻ പറ്റുക? നല്ലത് ഏതാ ചീത്ത ഏതാന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. കാര്യം ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഒന്ന് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് അങ്ങനാണോ, കുഴപ്പമുണ്ടാവും? നമ്മൾ മനസ്സ് വിചാരിക്കാതെ നമുക്കൊന്നും പറ്റില്ല. മനസ്സിലാവുണ്ടോ? നമ്മൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അത് ഏത് ഫീൽഡ് ആണെങ്കിലും ബലം പ്രയോഗിച്ചൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. നമ്മുടെ ബോഡിയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ പേരാണ്, നമ്മുടെ ഇമേജാണ്. സോ അത് നമ്മുടെ കയ്യിലാണ് എല്ലാം. അതൊന്ന് സൂക്ഷിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും പോലെയാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പേടിപ്പെടുത്തുന്ന പോലെയുള്ള അങ്ങനെ സംഭവം, കമ്മിറ്റി എന്നൊക്കെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതിലൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പുരുഷനും തുല്യരാണ്, സ്ത്രീയും തുല്യരാണ്. അപ്പൊ രണ്ടുപേരും ഇതാകാതെ അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കുറച്ചൊക്കെ മനസ്സിലായി. ഇപ്പൊ ചേച്ചി ഒത്തിരി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി സീനിയർ ആർട്ടിസ്റ്റ് ഇതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇപ്പൊ പറഞ്ഞ രണ്ടുപേരും തെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇപ്പം ആണുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയും പേരും അഡ്രസ്സും ആധാർ കാർഡും എല്ലാം വരും. പക്ഷെ ഒരു പെൺകുട്ടി തെറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ, പേര് മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടി, യുവതി എന്നിങ്ങനെ ഇര. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രണ്ടുപേരുടെയും ഐഡന്റിറ്റി റിവീൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പുരുഷനെ മാത്രം നമ്മൾ കുറ്റം പെടുത്തിട്ട് കാര്യമില്ല. ചില സന്ദർഭങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല, പൂർണ്ണമായിട്ടും ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു ഇതില് ഒരു പുരുഷനെ കൊണ്ട് എത്തിച്ചിട്ട്, ഒരു ഹണി ട്രാപ്പോ അങ്ങനെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ട്, പിന്നെ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും കണ്ടില്ല, എനിക്ക് ഇയാൾ അറിയത്തേ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം ഈ നിയമം കുറച്ചൊക്കെ മാറ്റണം. ശരിയായ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം. അത് ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒരാണും പെണ്ണും സ്നേഹിച്ചു പോകുന്നു, ബ്രേക്കപ്പ് ആവുന്നു. അപ്പൊ പെണ്ണ് പ്രായപൂർത്തിയായിരിക്കും, പക്ഷെ പെണ്ണ് കൊണ്ട് കേസ് കൊടുക്കുവാണ്, എന്നെ പീഡിപ്പിച്ചു, കല്യാണം കഴിച്ചു കേസ് അകത്താവും. പക്ഷെ മേ ബി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാണത്തില്ല. ആ ഒരു പെണ്ണുങ്ങൾക്കുള്ള ഈ ഒരു നിയമത്തിന്റെ സപ്പോർട്ടിനെ പറ്റി എന്താ പറയുക? ഞാൻ ഈ കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പിലാകുന്നതിനെ കുറിച്ച് എനിക്ക് കമന്റ്സ് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ പ്രായമാണ്. മേ ബി തെറ്റുകൾ സംഭവിക്കാം. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പോക്ക് അങ്ങനെ ആണല്ലോ. അപ്പൊ നമുക്ക് പെൺകുട്ടികൾ പോകുമ്പോൾ വിഷമമാണ്. ഇങ്ങനെയൊക്കെ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടമാണ്. കാര്യം എനിക്കൊരു പെൺകുട്ടിയാണ്, എനിക്കൊരു മോനുണ്ട്. അപ്പോൾ നാളെ കാലത്ത് അവനൊരു തെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവളൊരു തെറ്റ് ചെയ്യുമോ, ഭയങ്കര ടെൻഷനാണ് ഡെയിലി. ഇപ്പൊ ഞാൻ സത്യം പറയാനുണ്ടല്ലോ, ജനുവനിൽ ഞാൻ പറയാണ്, ഞാൻ ഒരാഴ്ച ടെലിവിഷൻ വെക്കാറേ ഇല്ല. ന്യൂസ് അങ്ങനത്തെയാണ്. ഇന്നലെ വരെ നമ്മൾ കേട്ട ന്യൂസ് എന്താ? 12 വയസ്സായ കുട്ടി 4 മാസമായ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുകയാണ്. എന്താ കാര്യം? ജലസിയാ പോലും. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങള്. അതെ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ മക്കളെ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ വീട്ടിലാക്കാൻ പേടിയാണ്. അപ്പം
മൊത്തത്തിൽ നിയമം മാറണം, അതിന്റെ വ്യവസ്ഥകൾ മാറണം, കുറച്ചുകൂടെ കടുപ്പിക്കണം ശിക്ഷ. ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം നല്ല വ്യത്യാസം ഉണ്ടല്ലോ. പേടിച്ചാ ജീവിക്കുന്ന ആൾക്കാർ ജീവിക്കുന്നത്. വീട്ടിൽ ഇവിടെ നിന്ന് പോയി ലൊക്കേഷനിൽ പോയി വീട്ടിൽ എത്തുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മള് ചിരിക്കുകയാണെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ് ഇപ്പൊ പലപ്പോഴും. ആരാ എന്താ എങ്ങനാ 100 കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം കൈവിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിയമം കുറച്ചുകൂടെ ഒന്ന് വളരെയധികം സ്ട്രിക്റ്റ് ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികളൊക്കെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? അപ്പം അതിന്റെ ഒരു എന്താ പറയാ, ഡ്രഗ്സ് ഇപ്പൊ എന്തുവാ വളരെ നിസ്സാരമായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇതാക്കുന്ന കാര്യം. പണ്ടും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട്, ഇന്നും പ്രശ്നമുണ്ട്. പക്ഷെ മനസ്സിലാവാത്ത കാര്യം ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എന്താണ് ഇതിന് മാത്രം പ്രശ്നങ്ങൾ എന്നാണ്. ഇപ്പോഴത്തെ എല്ലാം യങ്സ്റ്റേഴ്സ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, വലിയ ആൾക്കാർ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണക്കാര് നമ്മൾ പാരന്റ്സ് കൂടിയല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നതിന് പകരം അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. പണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഭയങ്കര തിരക്കാ. അച്ഛന് തിരക്ക്, അമ്മയ്ക്ക് തിരക്ക്, അമ്മൂമ്മയ്ക്ക് തിരക്ക്, അപ്പൂപ്പന് തിരക്ക്. അപ്പൂപ്പനൊന്നും ഇല്ല വീട്ടില്. അതൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള രീതിയിൽ വേറെ ഗാന്ധി ഭവനോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളോ ഒക്കെ മാറ്റിപ്പെട്ടു. സമയമില്ല, മക്കൾക്ക് സമയമില്ല നോക്കാൻ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടെങ്കിലും നമുക്ക് ആർക്കും അവരുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല. അച്ഛന് തിരക്കാണ്, അമ്മയ്ക്കും തിരക്കാണ്. 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. 4 മൂലയിലും ഓരോ ഫോണെടുത്ത് കുഞ്ഞു നിൽക്കുകയല്ലേ നമ്മളെല്ലാവരും. സത്യം അല്ലേ? നമുക്ക് ആരുടെങ്കിലും ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ടോ? സംസാരിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ എവിടാ എന്താ എങ്ങനെ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും വിശേഷമല്ല. ഇനി ഒരു കല്യാണം ക്ഷണിക്കണമെങ്കിൽ പോലും വാട്സപ്പ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ പഴയ സ്നേഹമൊക്കെ ഒന്നും ഇല്ല, എല്ലാം വാട്സപ്പ്. പിന്നെ ഒരു പ്രഹസനം മാത്രമാണ് പലതും. പണ്ടൊക്കെ എല്ലാവരും ഒരുമിച്ച് ടി വി കാണും അല്ലേ? അന്നൊരു ദൂരദർശനേ ഉള്ളൂ, ഒരു ചിത്രഗീതേ ഉള്ളൂ. എല്ലാം ആസ്വദിച്ചാൽ നമ്മളെല്ലാവരും കാണുന്നത്. ഈ ദൂരദർശന് ശേഷവും ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് ടൈം ഉണ്ടായിരുന്നു. ഞാനൊക്കെ 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച എല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഏത് മതസ്ഥരാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിളക്ക് കത്തിക്കൽ അല്ലെങ്കിൽ കുരിശ് വരക്കൽ. ഇതൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. എന്റെ പിള്ളേരടക്കം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും, മക്കളെ ഒന്ന് വന്ന് ആകെ പ്രാർത്ഥിക്കുന്ന പരീക്ഷയാകുമ്പോ ദൈവമേ എന്നുള്ള മാത്രം പേന പൂജിക്കുക. ആ എക്സാം ടൈം മാത്രം പ്രത്യേക ഒരു ഭക്തി. അല്ലെങ്കിൽ മോ പോകുമ്പോ അമ്മേ ഭസ്മം ഒന്ന് തൊട്ട് വന്നേക്കും. സത്യമാണ്. ആ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ നമുക്ക് കുറയുന്നത് കൊണ്ടായിരിക്കാം. അമ്പലങ്ങളിലായാലും ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. എല്ലാരും അമ്മമാരും അമ്മൂമ്മമാരും. അമ്പലങ്ങളിലൊക്കെ വരുന്നത് എന്തിനാണ് എന്ത് പറയാൻ പോയ? അമ്പലങ്ങളിൽ എന്തിനാ വരുന്നേ? ഉത്സവത്തിന് കളക്ഷൻ എന്തിനാണ്? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനല്ലേ നമ്മൾ സാധാരണ പെൺകുട്ടികളും ആൺകുട്ടികളും പട്ടുപാവാടയൊക്കെ ഇട്ട് ഒരു പൊങ്കാലിടുന്ന എന്തിനാ ഇപ്പൊ? ഫോട്ടോ എടുക്കാനല്ലേ, റീൽ എടുക്കാനല്ലേ? അല്ലെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലിടാനെന്ന് ജെന്യുവിനിലായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പൊ കൊറേ നമ്മളും കാരണക്കാരാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും. നാളെ കാലത്ത് എനിക്ക് നല്ലോണം അറിയാം, ഇത് വരുമ്പോ പൊങ്കാല എനിക്ക് തന്നെ കിട്ടും എന്നറിയാം. കുഴപ്പമൊന്നുമില്ല. കുറെയൊക്കെ പ്രഹസനങ്ങൾ കാണുമ്പോ സത്യമാണ് ഈ പറയുന്നത്, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എല്ലാം ഒരു കച്ചവടം, എല്ലാം ഒരു റീൽസിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സോഷ്യൽ മീഡിയക്ക് വേണ്ടി വ്ലോഗാണ്, എത്ര വ്യൂവേഴ്സ്, എത്ര ഫോളോവേഴ്സ്, എത്ര ലൈക്സ്, എത്ര കമന്റ്, അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കും തോറും നമ്മുടെ ജീവിതം ചുരുങ്ങി വെട്ട്, കുത്ത്, കൊലപാതകം, പീഡനം ഇതിങ്ങനെ പോവുക പരമ്പരയായിട്ട്. അതേ ഉള്ളൂ ന്യൂസ് ഇപ്പം. അത് മാത്രമേ ഉള്ളൂ. സോ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇതിനെല്ലാം നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാവരും അടക്കം എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. സോ അതാദ്യം വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പാരൻസ് തന്നെ മുൻകൈ എടുത്ത് കുട്ടികൾക്ക് സ്കൂളിനും പങ്കുണ്ട്, പാരൻസിനും സ്കൂൾ എഡ്യൂക്കേഷൻ ഇപ്പം കുറച്ച് ഈ പറഞ്ഞ പോലെ പണ്ടൊരു മോറൽ സയൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് ഉണ്ടായിരുന്നു മോറൽ സയൻസ് ക്ലാസ്. ഇന്ന് ആ പീരീഡ് ഒന്നും ഇല്ല. PTA കട്ട് ചെയ്തു. കാര്യം കുട്ടികൾക്ക് എൻട്രൻസ്, ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ കുട്ടികളുടെ ചിന്തയിൽ കാനഡ, യൂറോപ്പ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ് പഠിച്ച് വലുതാവണ്ടേ? ഇവിടെ പഠിത്തം ഇല്ലല്ലോ നമുക്ക്. സോ എല്ലാരും ആ ഒരു ഹയർ ഗ്രേഡിലേക്ക് ചിന്തിക്കും തോറും നമ്മുടെ മനസ്സ് ചുരുങ്ങി ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നു.